ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ കമലേനെയും മാഷിനെയാണ്. അപ്പൊ മാഷിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, മാഷിന്റെ മുന്നിൽ വെച്ച് ഞാൻ ഈ താലി പൊട്ടിക്കുന്നത് മാഷിന് അത് സങ്കടമാവില്ലേ? മാഷിന് അതൊരു പ്രശ്നമല്ലായിരിക്കുമോ? അല്ല എങ്കിൽ വാ മാഷേ, നമുക്ക് അവിടെ പോയി ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഇത് വലിച്ചു പൊട്ടിച്ച് കാണിക്ക് എന്ന് പറഞ്ഞു. അത് കാണിച്ചു കൊടുക്ക, ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണ് എന്ന് ആ കുട്ടിയെ അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ മാഷിങ്ങനെ നോക്കി നിൽക്കുകയാണ്. വാ മാഷേ, അത് കാണിച്ചു കൊടുക്കണം ആ കുട്ടിക്കും, ഇത് വെറും ഒരു താലിച്ചരടാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ മാഷ് പറയാണ്, കമലെ മര്യാദയ്ക്ക് അതിൽ നിന്ന് ഇവിടെ കളിക്കല്ലേ, വലിച്ചു പൊട്ടിച്ച് കളിക്കാനുള്ള സാധനം അല്ല. അപ്പം മാഷിനും അറിയാം ഇതിനുള്ള വിശ്വാസം എന്താണെന്ന്, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഇത് നൽകുന്ന ഉറപ്പ് എന്താണെന്ന്. നിന്റെ ഉള്ളിലുള്ളത് മകനോടുള്ള അന്ധമായ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാ നിനക്ക് എന്തിനേയും ന്യായീകരിക്കാൻ തോന്നുന്നത്. 32 കൊല്ലത്തെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും 3 ആഴ്ച പോലും പിന്നിടാത്ത നിന്റെ മോന്റെ തോന്നിവാസങ്ങളെയും പിന്തുടരാൻ തോന്നുന്നത്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് അതുകൊണ്ടാ കമല എന്ന് പറഞ്ഞു. അപ്പൊ കമല ഒന്നും മിണ്ടിയില്ല, മിണ്ടാനായിട്ട് വാക്കുകളില്ല. ആ കുട്ടിക്ക് ജീവിതത്തിൽ നീതി കിട്ടണമെങ്കിൽ അവള് നമ്മുടെ മകന്റെ അടുത്ത് നിന്ന് പോണം കമല. അതുകൊണ്ട് നീ അവളോട് അടുപ്പോ സ്നേഹവും കാണിക്കുമ്പോ അതിന്റെ പേരിൽ അവക്ക് ഇവിടെ നിൽക്കാൻ മാത്രമേ തോന്നൂ. എന്നെങ്കിലും ഒരിക്കൽ നിന്റെ മകന്റെ മനസ്സ് മാറുമെന്ന് കരുതി അവൾ ആ താലയും പിടിച്ച് ഈ വീട്ടിൽ തന്നെ കഴിയും. അത് നമ്മളായിട്ട് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോഴേ നമ്മൾ അവളോട് നീതി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാ അവളെ അവഗണിക്കാൻ ഞാൻ പറഞ്ഞത്. അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നീ മനസ്സിലാക്ക എന്ന് പറഞ്ഞു. മാഷേ വേണ്ട, ഒന്നും മിണ്ടിയില്ല. മാഷ് വേഗം തന്നെ പിന്നെയും എന്താ പറയാ പുല്ലൊക്കെ ചെത്താനായിട്ട് അങ്ങോട്ടേക്ക് മാറിപ്പോയിട്ടോ. അപ്പൊ കമല ആകെ ഒരു ഡിസപ്പോയിന്റ്മെന്റിലായി പോയി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അതേണ്ട പിന്നെ കാണുന്നത് നമ്മുടെ ശ്രീജനെയാണ്. അപ്പൊ ശ്രീജ പുറത്ത് തുണി അലക്കുന്നു. അപ്പം നന്ദിനിയാണെങ്കിൽ പെരിക്കാൻ തൂക്കാനായിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റും വെള്ളവും മോപ്പും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ആഹാ, അത് ശരി, കൊതുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് നല്ല സുഖമായിട്ട് ഉറങ്ങും അല്ലേ, കാണിച്ചു തരാടി നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുമ്പോ 8 മണിയായി. അമ്മ എവിടെ ചേച്ചി? അമ്മ അച്ഛന് ചായ കൊണ്ട് പോയി. എന്താടി ചേച്ചി, മണി എത്രയാന്നറിയോ? എന്നിട്ട് ഇതുവരെ എണീറ്റിട്ടില്ല, പോത്ത് പോലെ ഉറങ്ങുവാ. ആര്? ആ പുതിയതായിട്ട് കയറി വന്ന കെട്ടിലമ്മയല്ലേ അവള്. 6 മിനിറ്റ് കഴിഞ്ഞ് 1 മിനിറ്റ് കിടന്നുറങ്ങാൻ അമ്മ സമ്മതിച്ചിട്ടുണ്ടോ? ഇത് അച്ഛൻ പറഞ്ഞു പറമ്പിന്ന് വരുമ്പോഴേക്കും അടിച്ചു തുടക്കേണ്ടത് നമ്മുടെ ജോലിയല്ലേ, അത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ മാത്രം ചെയ്താൽ മതി എന്നാണോ? ആ കുട്ടി വന്നതല്ലേ ഉള്ളൂ, എത്ര ദിവസം ഉണ്ടായെന്ന് അറിയേയില്ല. അപ്പൊ പിന്നെ എന്ന് വെച്ച് അച്ഛൻ തിരിച്ചു വരുമ്പോഴേക്കും കിടന്നുറങ്ങിക്കോട്ടെ എന്നാണോ? പിന്നല്ലാതെ എടി, എന്താ പറയാ, പുതിയ സ്ഥലമല്ലേ, പിന്നെ അത് മാത്രമല്ല ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ല, വെളുപ്പിനെ ആയിരിക്കും ഒന്ന് കണ്ണടച്ചിട്ടുണ്ടാവുക, അതുകൊണ്ട് തന്നെയായിരിക്കും ഉറങ്ങുക. എന്താണെങ്കിലും ഞാൻ ചെന്ന് വിളിച്ചോളാം, നീ ഇവിടെ നിൽക്ക എന്ന് പറഞ്ഞ് നന്ദിനി അവിടെ നിർത്തിയിട്ട് ശ്രീജാഗത്തേക്ക് കയറി പോകുന്ന ഭാവമൊക്കെ കണ്ടാല് ഹോ, ഇവളാണെന്ന് തോന്നുമല്ലോ ഇവിടുത്തെ ആള്. ഇനി രണ്ടുകൂടി ചേർന്ന് എനിക്കെതിരെ പുറപ്പാടിനായിരിക്കുമോ എന്നായിരുന്നു നന്ദിനിയുടെ സംശയം. അപ്പൊ നന്ദിനിക്കാണെങ്കിൽ ദേഷ്യമാണ് കേട്ടോ. അപ്പൊ ശ്രീജ പതുക്കെ ചെന്നിട്ട്, മോളെ കുട്ടി ഒന്ന് എഴുന്നേറ്റേ, വേദേ എഴുന്നേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ ചാടി എഴുന്നേറ്റിട്ടോ ആള്. അതെ, ഇവ നോക്കിയിട്ട് ഇങ്ങനെ ചുറ്റും നോക്കണം. അയ്യോ, നേരം കുറെ ആയോ? മണി 8 കഴിഞ്ഞു. ഷോ, ഇത്തിരി നേരത്തെ ഒന്ന് വിളിക്കായിരുന്നില്ലേ, ഞാൻ അറിഞ്ഞില്ല. സാരമില്ല, നേരെ എഴുന്നേറ്റ് ചെന്ന് ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞു. ആള് വേഗം തന്നെ ചാടി എഴുന്നേറ്റ് കിടക്കപ്പായിന്ന് കണ്ണൊക്കെ തൂത്തങ്ങ് പോവാണ് കേട്ടോ. പാവം, ഒരു പാവം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ നന്ദിനി. ഈ സമയത്താണ് നമ്മുടെ വിക്രം കുളിയാണ് കേട്ടോ. കുളിക്കാനൊക്കെ എന്തൊരു സ്ട്രെയിനാ. അപ്പൊ ബാത്റൂമിന്റെ വാതിൽ വന്ന് ആരോ മുട്ടുന്നു. അപ്പൊ വിക്രം ചോദിക്കാ, ആരാത്? ഒന്നും വേണ്ടിയില്ല, വീണ്ടും മുട്ടി. ആരാന്നല്ലേ ചോദിച്ചതാ. അമ്മ ആരാമാത് എന്നിങ്ങനെ വീണ്ടും ചോദിക്കണം. ആരും മിണ്ടനില്ല കേട്ടോ. ശു, എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്, കുളിക്കാന്ന് മനസ്സിലായില്ലേ? ഇതെന്തൊരു ശല്യമാ നോക്കണേ. അപ്പൊ വേഗം വെള്ളം ഓഫാക്കിയിട്ട് വാതിൽ തുറന്നു. നോക്കുമ്പോ വേദയാണ് കേട്ടോ. എന്താടി കുളിക്കാൻ പോലും മനസ്സമാധാനമായിട്ട് സമ്മതിക്കില്ലേ? നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? കുളിക്കുമെന്ന് മനസ്സിലായില്ലേ? മാറങ്ങോട്ടെന്ന് പറഞ്ഞ് ഇവന്റെ കയ്യെ പിടിച്ചൊരു അങ്ങ് വലിച്ച് ഇവനെ അപ്പുറത്തേക്ക് അങ്ങ് മാറ്റി നിർത്തിയിട്ടോ. എന്നിട്ട് വേദ നേരെ അകത്തേക്ക് അങ്ങ് കയറി. വാതിൽ തുറക്കാനല്ലേ, കുളി മുഴുവനാക്കിയിട്ടില്ല. വിക്രം എന്താടാ എന്ന് ചോദിച്ചു അമ്മ. അമ്മ കണ്ടില്ലേ അവൾ അകത്ത് കയറിപ്പോയെന്ന്. അവൾ ഇപ്പൊ തന്നെ പുറത്തു വരും, നീ അതുവരെ ഒന്ന് ക്ഷമിക്കേ.
എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. എന്തോ പൊന്നോ. അപ്പോഴാണ് നന്ദിനി ഇതെല്ലാം കണ്ടോണ്ട് വരുന്നത്. എന്റെ പൊന്നോ, എന്റെ പൊന്നു വിനായകേട്ടാ, നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? അവള് ബഹളമുണ്ടാക്കി ഇതേണ്ട അകത്തേക്ക് കേറിപ്പോയത് കണ്ടില്ലേ? ഞാൻ കണ്ടില്ല. എന്നാ പോയി. അവള് മനഃപൂർവ്വം തന്നെ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചു വന്നതാ. ഈ വീട് അവള് 4 ആക്കും. നോക്കിക്കോ, നാളല്ലടി 5 3+2. അത് അങ്ങനെ വേണം ഭാഗം വെക്കാനായിട്ട്. നിങ്ങൾ കണക്കും കൂട്ടിയിരുന്നോ? അവസാനം ഒന്നുമില്ലാതെ പുറത്തു പോകാതിരുന്നാ നല്ലത് എന്ന് പറഞ്ഞു. അതെ, അല്ലെങ്കിൽ നിങ്ങൾ 2 ദിവസത്തിനുള്ളിൽ തുണിയില്ലാതെ നിങ്ങളുടെ അനിയനെ പുറത്തു നിർത്തി. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താവോ എന്തോ. പുറത്ത് കിടന്ന് തട്ടോട് തട്ട്. ഇത് കേട്ടോണ്ടാണ് നമ്മുടെ ശ്രീജയും അതുപോലെ തന്നെ വിഷുവും അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. എടി, എനിക്ക് കുളിക്കണം, നിന്നോട് തുറക്കാനല്ലേടി പറഞ്ഞത് എന്ന് ചോദിച്ചു. ആര് കേൾക്കാൻ. എന്നിട്ട് അവസാനം വേദ അതിൽ നിന്ന് ഇറങ്ങി വരുവാണ്. ഇനി പോയിക്കോ. അപ്പൊ ഇങ്ങനെ നോക്കുകയാണ് വിക്രം. ഇവളെന്താ എന്താ ഇങ്ങനെ വീഴ്ച നോക്കുന്നത്? കുളി മുഴുവനാക്കണ്ടേ? പോയി കുളിക്കുന്നേ എന്നാ. ശ്രീജയ്ക്ക് ചിരി വരുവാണ് കേട്ടോ. ഇവക്ക് വേറെന്തോ കുഴപ്പമാ എന്ന് പറഞ്ഞ വിക്രം മിണ്ടിയില്ല, കയറി അങ്ങ് പോയി. ഇനി എന്താ വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കയറി വരുവാണ്. കയറി വരുമ്പോഴത്തേനും നന്ദിനി വേഗം തന്നെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്നു. എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. പെർമിഷൻ ഇല്ലാതെ ബാത്റൂം ഉപയോഗിച്ച് എന്തിനാന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഷേ നന്ദിനി, നീ എന്താ ഈ പറയുന്നത്? ഇത്ര മനുഷ്യത്വത്തോട് നീ സംസാരിക്കാം. അതെ, ആ കുട്ടി പിന്നെ എന്ത് ചെയ്യാനാ? ചില ബേസിക് കാര്യങ്ങൾ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചു വിശ്വം. അപ്പൊ എല്ലാവരോടും ചിരിക്കാം കേട്ടോ. അപ്പൊ നന്ദിനിക്ക് ആകെ നാണക്കേടായി. എന്നിട്ട് ഒന്നും മിണ്ടാതെ നിന്ന് നന്ദിനി ഇങ്ങനെ ഇവരുടെ മുഖത്തേക്ക് നോക്കി. അതെ ശ്രീജ, കാപ്പി എന്ന് പറഞ്ഞു വിശ്വം. അപ്പൊ ഇപ്പൊ എടുക്കാം എന്ന് പറഞ്ഞ അകത്തേക്ക് പോയി. ആ കൂടെ തന്നെ വേദയും കയറിപ്പോയി. അല്ലെങ്കിൽ വേണ്ടടി, ഞാനിവിടെ അങ്ങോട്ട് വരാം, ബിസ്ക്കറ്റ് കൂടെ എടുത്തോ. ഓ, ഇങ്ങനൊരു മനുഷ്യൻ. വിശ്വമായിട്ടിനെ ശ്രീജേഷിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റിയില്ല അല്ലേ? എന്റെ പൊന്നോ, പട്ടിയുടെ വാല് ആരൊക്കെ കൊള്ളിട്ടാലും നിവർത്താൻ നോക്കിയാ വളഞ്ഞിരിക്കുവോ? ഇല്ല, വളഞ്ഞിരിക്കും. വെറുതെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം പെരുമാറാൻ, അല്ലേ? അതല്ലേ എന്റെ ശരി. ആ, അത് എന്ന് പറഞ്ഞപ്പോഴേക്കും വിനായകനകത്ത് പോയി. ഇതിലിപ്പോ ആര് വളഞ്ഞിരിക്കുന്ന? അത് പറ്റിയായിരിക്കും. എന്നെ പറ്റി അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. അച്ഛൻ വരുമ്പോഴത്തേനും നമ്മുടെ വിനായകൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളെ വേഗം തന്നെ ഇറങ്ങിച്ചില്ലാണ്. അതെ, ഭൂമി തരം മാറ്റിയാൽ 20 ലക്ഷം വരെ കിട്ടുന്ന സ്ഥലമാണ്. അത് അങ്ങനെ കിട്ടുവാണെങ്കിലോ 2 കോടി, നമുക്ക് 24 ലക്ഷം രൂപ കമ്മീഷനായിട്ട് കൈ കിട്ടും. പിന്നെന്താ കുഴപ്പം? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്ന അച്ഛൻ്റെ മുന്നിലേക്കാ. അല്ല, കച്ചവടമൊന്നും നടന്നിട്ടില്ല, അതിനെപ്പറ്റി സംസാരിക്കുന്നേ ഉള്ളൂ അച്ഛ എന്ന് പറഞ്ഞു. രാവിലെ തന്നെ കോടികളുടെ കണക്കല്ലേ, നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവാണ് അച്ഛൻ. അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് വേദം നിലത്തിരിക്കുന്നു. ഇവര്, അതായത് ശ്രീജയല്ല നന്ദിനിയും കമലയും കൂടി മുരിങ്ങയില കറി വെക്കാനായിട്ട് ഇങ്ങനെ ഊരുകയാണ്. അപ്പൊ ഇടയ്ക്ക് അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആളാണെങ്കിൽ ഫോണിൽ തോണ്ടിക്കൊണ്ട. അപ്പൊ ശ്രീജ ചായയും കൊണ്ട് വന്നു. അമ്മേ ചായ. അപ്പൊ വേഗം നന്ദിനി എടുത്തു. നിനക്കുള്ളത് അടുക്കള ഇരിപ്പുണ്ട്, ഇത് വിഷുവിന് വേണ്ടിയിട്ടാ, അടുക്കള വരെ പോവാൻ പറ്റില്ല എടുത്തി, അതുകൊണ്ടാ എന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു. നമ്മുടെ വേദിക്ക് കൊണ്ട് കൊടുക്ക എന്ന്. ചായ എടുക്കട്ടെ? വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ. കുടിക്ക് മോള്, കുടിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊടുത്തോണ്ടിരുന്ന സമയത്താണ് അച്ഛൻ വരുന്നത്. അപ്പൊ ആള് കൈകൊണ്ട് ഇങ്ങനെ എടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് കേട്ടോ. അപ്പോഴേക്കും അച്ഛൻ വന്നു. അച്ഛൻ വന്നപ്പോഴത്തേനും ദാ അച്ഛാ ചായ എന്ന് പറഞ്ഞു. ഇത് എനിക്കായിട്ട് എടുത്ത ചായയാണോ? എനിക്കുള്ള ചായ കമല പറമ്പിൽ കൊണ്ടു തന്നല്ലോ. കമല, നീ ഒന്ന് ഷർട്ട് ഒന്ന് തേക്കാം, എനിക്ക് ബ്ലോക്ക് ഓഫീസ് വരെ ഒന്ന് പോകണം. ശരി എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് അകത്തേക്ക് പോവാ. ഇപ്പൊ ഈ ചായ വേഗം തന്നെ നന്ദിനി, വിനയേട്ടാ ഇതാ ചായ എന്ന് പറഞ്ഞ് വിനയനെ കൊണ്ട് കൊടുത്തു. ചായ കൊള്ളാം. അപ്പൊ ചെറിയൊരു പണി കൊടുത്താ. അമ്മ ചായ കുടിച്ചോ? ഇഷ്ടപ്പെട്ടില്ല, എന്തൊരു നോട്ടം. അപ്പോൾ അമ്മ ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അവക്ക് കൊടുത്തത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് നന്ദിനി ചെറിയൊരു പണി കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഒന്നും മിണ്ടിയില്ല ആള് മിണ്ടാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നെ തനിക്ക് പൂജാമുറി കയറി കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മുത്തശ്ശി ചായയായിട്ട് വരുന്നതാണ് പെട്ടെന്ന് വേദന മനസ്സിലേക്ക് ഓടിയെത്തിയത് കേട്ടോ. എന്ത് സ്നേഹത്തോടെ ആയിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോൾ അതും ഇല്ലാണ്ടായി. അപ്പൊ വിക്രം കുളിയൊക്കെ കഴിഞ്ഞ് ആള് നല്ല സുന്ദരനായിട്ട് അങ്ങോട്ട് വരികയാണ്. ഏട്ടത്തി, ഒരു ഗ്ലാസ് കോഫി ഇപ്പൊ തരാം. നോക്കുന്നുണ്ടല്ലേ, ശരിക്കും വേതാളം. ശരിക്കും പറഞ്ഞാൽ ഒരു വേതാളം തന്നെയാ. താഴെ തൂങ്ങി കിടക്കുന്ന പോലത്തെ ഒരു വേതാളം, കഷ്ടം എന്നൊക്കെ പറഞ്ഞ് വിക്രമത്തേക്ക് കയറി പോവാണ്. ഇതാ കോഫി എന്ന് പറഞ്ഞു. എല്ലാരും കോഫി കുടിച്ചോ എന്ന് ചോദിച്ചോ. ഈ വീട്ടിലെ എല്ലാവരും കുടിച്ചോന്നാ ചോദിച്ചത്. അപ്പൊ ശ്രീജ ഇങ്ങനെ വേദ ഇങ്ങനെ നോക്കിയിരുന്നു അന്നേരം, അതുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് ആള് വേഗം തന്നെ കസേര ഇങ്ങ് വലിച്ചിട്ടു. എന്നിട്ട് വേദയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ്.
എന്നിട്ട് ഈ കൈ കിടക്കുന്ന കോഫി കുടിച്ചിട്ട് ആഹാ, എന്താ ഫിൽട്ടർ കോഫിയുടെ ഒരു മണം, എന്തോ ഒരു ടേസ്റ്റ്, അതേ ഗുണങ്ങളും ഒക്കെയുള്ള ചായ, രാവിലെ ഒരു കോഫി കിട്ടുന്നതിന്റെ ഒരു സുഖം, അതൊന്ന് വേറെ തന്നെയല്ലേ, എന്ത് രസമായിരിക്കും, എന്തൊരു അരോമ എന്നൊക്കെ പറഞ്ഞാണ് വിക്രത്തിന്റെ ചായ കൂടി. അതെ, ഇതിനേക്കാൾ മികച്ചത് നീ ആസ്വദിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ടാ വീണ്ടും വീണ്ടും നിന്നോട് ഞാൻ പറയുന്നത്, നിനക്ക് ആ കൊട്ടാരത്തിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോയിക്കൂടെ, എന്തിന് നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണം എന്ന് ചോദിച്ചു. അപ്പം ഇവള് ഈ ചായ കുടിച്ച ഗ്ലാസും ചായയും കൂടി ഇവൻ താഴെ ഇങ്ങനെ വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഹലോ എന്ന് വിളിച്ചു വീണ്ടും. അപ്പൊ വേദം ഒന്ന് മുഖത്തേക്ക് നോക്കി. ഇതിന് പിന്നാലെ ഇങ്ങനെ നടക്കാൻ വയ്യാത്തത് കൊണ്ടാ ഞാൻ നിന്നെ കൊണ്ടുവന്നാക്കി തരാം, ഒന്ന് പോവാൻ നോക്ക് പ്ലീസ് എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും വേറെ ഈ ചായ ഗ്ലാസ്സിലോട്ട് നോക്കുകയാണ്. അപ്പൊ ഇവര് അത് ആദ്യം മനസ്സിലായില്ല, പിന്നീട് മനസ്സിലായി ഈ ചായ ഗ്ലാസിന്റെ കാര്യം. പെട്ടെന്നാണ് നമ്മുടെ വിക്രത്തിന് ഓർമ്മ വന്നത്. അവള് പണ്ട് ആ ചായ ഗ്ലാസ് എടുത്ത് ഒഴിച്ച കാര്യം, ഗ്ലാസ് കാലിലേക്ക് ഇനി നോക്കിയില്ലെങ്കിൽ മുഖത്തൊഴിക്കും എന്ന്. അപ്പൊ വേഗം തന്നെ ചായ എടുക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങിയപ്പോഴും വേഗം ഇവള് കയ്യിലെടുത്ത് പിടിച്ചേക്കാണ് കേട്ടോ ചായ. അപ്പൊ കയ്യിലെടുത്ത് പിടിച്ചപ്പം അയ്യോ മുഖത്തൊഴിക്കരുത് എന്ന് പറഞ്ഞ വിക്രം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ചിരിച്ചിട്ട് അതെ, കൂടുതൽ ആക്ഷനും ഡയലോഗും ഒന്നും പറയാതെ മര്യാദയ്ക്ക് കുടിക്കാൻ നോക്ക്. അപ്പൊ ഇത് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ആരോ വിക്രമേട്ട എന്ന് പറഞ്ഞ ഒരു സ്ത്രീയും ഒരു കുട്ടിയും കൂടി അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ. ആഹാ, നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചോ. ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് വന്നേനേലോ എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി വേഗം തന്നെ എന്തിനാ വരേണ്ട ആവശ്യമില്ല, ഇന്ന് സ്കൂളിൽ പോകുന്നതിന് മുൻപ് വിക്രമേട്ടനെ കാണാതെ പറ്റില്ല എന്ന് തോന്നി, അതുകൊണ്ടാ വന്നത് എന്ന് പറഞ്ഞു. ആണോ ജാനകിക്കുട്ടി, എന്താ മോക്കിട്ട് ഇത്ര വാശി? ഇവളുടെ വാശിയല്ല, എന്റെ സന്തോഷ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആള്. അപ്പൊ വേദയും ഈ പുറകോട്ട് ഇറങ്ങി വന്നു. ഇക്കഴിഞ്ഞ പരീക്ഷയില് എല്ലാത്തിലും ക്ലാസ്സിൽ ഫസ്റ്റ് ഇവക്കാട്ടോ എന്ന് പറഞ്ഞു. വിക്രമേട്ടനെ കണ്ട അനുഗ്രഹം വാങ്ങണമെന്ന് ഞാനാ ഇവളോട് പറഞ്ഞത്, അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. ജാനകി, കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാം. അയ്യോ എന്താ മോളെ ഇത് എന്ന് ചോദിച്ചു. എന്നിട്ട് പതുക്കെ വിക്രം അങ്ങേര് പോയ പിന്നെ ഞാനും മോളും തെരുവിലിറങ്ങേണ്ടതായിരുന്നു. രാത്രിയില് കതകി മുട്ട് കേൾക്കാതെ അടച്ചുറപ്പുള്ളവടെ ഇപ്പൊ കിടന്നുറങ്ങാൻ പറ്റുന്നത്, എന്നെ മോളെ പഠിപ്പിക്കാൻ പറ്റുന്നതും ഒക്കെ വിക്രമേട്ടൻ കാരണം മാത്രമാ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാല് ആരും നാട്ടുകാരും വീട്ടുകാരും ആരും ഇല്ലാതിരുന്നപ്പോ ഒരു കൂടപ്പിറപ്പിനെ പോലെ സഹായിക്കാൻ വന്നത് വിക്രമേട്ടൻ മാത്രമാ. ഒരിക്കലും ഞങ്ങളത് മറക്കില്ല എന്ന് ഇവരിങ്ങനെ നമ്മുടെ വിക്രത്തിനോട് പറയാണ് കേട്ടോ. അപ്പൊ വിക്രം നോക്കിയതട്ട് മതി, നിർത്ത്, സാധാരണ മനുഷ്യർക്ക് ചെയ്യുന്ന കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഇതൊന്നും വലിയ കാര്യമല്ല, നന്നായി പഠിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. പിന്നുണ്ടല്ലോ, എഡ്യൂക്കേഷൻ മോസ്റ്റ് പവർഫുൾ ഡെപ്ത് വിച്ച് ക്യാൻ യൂസ്ഡ് ചേഞ്ച് ദ വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പം എല്ലാം ഇങ്ങനെ നോക്കാണ്. ഇത് ആരെ പറഞ്ഞതെന്ന് അറിയോ മോക്ക്? ഇല്ല, നെൽസൺ മണ്ടേല എന്ന് പറഞ്ഞു. ഓ, എന്താ അർത്ഥം എന്ന് എന്റെ മോക്ക് അറിയോ? ഇല്ല. വിദ്യയാണ് ഏറ്റവും ശക്തിയുള്ള ആയുധം, അത് കയ്യിലുണ്ടെങ്കിൽ ഈ ലോകത്തെ തന്നെ നമുക്ക് മാറ്റിമറിക്കാം. വേദ അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വിക്രം പറയുന്നത് കേട്ടിട്ട്. ഇത്രയും അറിവുണ്ടോ എന്നുള്ള മട്ടില് സത്യത്തില് അത് നേടാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അതിന്റെ വില മനസ്സിലാവൂ എന്ന് വിക്രത്തിനൊരു സങ്കടത്തോടെയാണ് ആള് പറയണത്. അപ്പൊ ശരിക്കും ഒരു സങ്കടമുണ്ട്. മോള് ചെല്ല് എന്ന് പറഞ്ഞു. അങ്കിൾ ദാ എന്ന് പറഞ്ഞ മിഠായിയൊക്കെ കൊടുത്തു ജാനകി. അപ്പൊ അത് വാങ്ങി കഴിച്ചു. എന്നാ മോള് ചെല്ലിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവരെ അങ്ങ് പറഞ്ഞയക്കാണ് കേട്ടോ വിക്രം. എന്നിട്ട് ആളിങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പൊ വിക്രത്തിന്റെ കൂടെ വേദയുണ്ട്. വേദ ഇങ്ങനെ നോക്കി നിൽക്കാണ് കേട്ടോ. പക്ഷെ വിക്രം കണ്ടില്ല. ആ മനസ്സോർത്ത വേദയ്ക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ മുത്തശ്ശീനെയും അതുപോലെ തന്നെ പത്മവുമാണ്. അപ്പൊ രണ്ടുപേരും കൂടെ അതേണ്ട വീണ്ടും വേദയെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇത് തന്നെയാണോ എന്ന് ചോദിച്ചപ്പം അതെ എന്ന് പറഞ്ഞ ഇവര് നേരെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് വിക്രം എങ്ങോട്ടോ പോവാനായിട്ട് യാത്രയായി വരികയാണ്. ഓടി ഇങ്ങോട്ടേക്ക് വന്നു. നമ്മുടെ വേദയുടെ മുത്തശ്ശിയല്ലേ എന്ന് ചോദിച്ചോ. അതെ മുത്തശ്ശി, എന്നാ ഞാനേ മുത്തശ്ശിയുടെ കാലൊന്ന് പിടിക്കാം. അയ്യോ മോനെ, എന്താ ഇത്? ബഹുമാനം കൊണ്ടല്ല എന്റെ മുത്തശ്ശി, ഇതിലും താൻ എനിക്ക് അപേക്ഷിക്കാൻ അറിയാത്തത് കൊണ്ടാ, ദയവ് ചെയ്ത്. അപ്പൊ പത്മ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അതെ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പോകുമ്പം ആ വേതാളത്തെ കൂടി ഒന്ന് പിടിച്ചോണ്ട് പോവാം. ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ വയ്യ, അതുകൊണ്ടാ പ്ലീസ് ഒരപേക്ഷയായിട്ട് കരുതണം എന്ന് പറഞ്ഞു. അതെ, നിങ്ങളല്ലേ അമ്മ?
അതെ എന്ന് പറഞ്ഞു. സേഫ് ആയിട്ട് ഞാൻ അതിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതല്ലേ, പിന്നെ എന്തിനാ അതിനെ ഇങ്ങോട്ടേക്ക് തിരിച്ചയച്ചത്? നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് എന്റെ എരണം കെട്ട നേരത്താ ഞാൻ ആ ചരട് അവളുടെ കഴുത്തി കെട്ടാൻ തോന്നിയത്. അതിന് ഞാൻ എത്ര സോറി പറഞ്ഞു. ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. വേലിയിലിരുന്ന പാമ്പിനെടുത്ത് കഴുത്തി ചുറ്റിയ പോലെ ആയി പോയി. ഷോ, പ്ലീസ് ഒന്ന് കൊണ്ടുപോയി തന്ന വലിയൊരു ഉപകാരമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് വേണേലും ചെയ്തു തരാം എന്ന് വിക്രം ഇങ്ങനെ വീണ്ടും പറയാണ് കേട്ടോ. അപ്പൊ ഇവർക്ക് സങ്കടമായി. എന്നിട്ട് ഒന്നും മിണ്ടിയില്ല ഇവര്. എന്നിട്ട് വിക്രം അങ്ങോട്ടേക്ക് വണ്ടി എടുത്തോണ്ട് പോവാണ്. കമല വന്നിട്ട് വേദയോട് പറയാണ്, മോളെ നിന്റെ അമ്മയും മുത്തശ്ശിയും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ ഓടിച്ചെന്നു അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പൊ ഓടിച്ചെന്നു ഭയങ്കര സന്തോഷത്തില് അമ്മയും മുത്തശ്ശിയും കെട്ടിപ്പിടിച്ചു. ഒരു ഉമ്മയൊക്കെ കൊടുത്തിങ്ങനെ സ്വീകരിക്കുകയാണ്. അപ്പൊ നന്ദിനി വേഗം ഇത് കണ്ടു. ദേ ചേച്ചി, ശ്രീ ചേച്ചി നോക്കി, ഇതെന്താ ഓട്ടിക്കൊണ്ട് പോവാൻ വന്നാന്ന് തോന്നുന്നു. ബാ എന്റെ ഈശ്വരാ, അവളെ ഇവിടുന്ന് കൊണ്ടുപോവാണെങ്കിൽ എന്റെ വിനയേട്ടനെ ഞാൻ പഴനി കൊണ്ടുപോയി മുട്ടയടിച്ചേക്കാമേ എന്ന് നന്ദിനി. ഇത്ര വാശി പിടിച്ച് നീ പോന്നത് ഈ ദുരിതത്തിലേക്കാണോ മോളെ? അമ്മേ, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ഞാൻ നിന്റെ അമ്മ മാത്രമല്ല, ജസ്റ്റിസ് ശങ്കർ നാരായണന്റെ ഭാര്യ കൂടിയാ. അത് നീ മനസ്സിലാക്കിയാൽ നല്ലത്. ചില കാര്യങ്ങൾ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാ ചോദിക്കുന്നത്. നിനക്ക് ഈ കുടുംബത്തില് ഒരു സ്ഥാനവും ഇല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതെന്താന്ന് വെച്ചാലേ മറ്റൊന്നും കൊണ്ടല്ല, നിന്റെ കഴുത്തിൽ ബലമായി താലി കിട്ടിയവനുണ്ടല്ലോ, അവൻ ഇറങ്ങിപ്പോയപ്പോ അവൻ ഞങ്ങളോട് പറയുകയും ചെയ്തു. പത്മേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ സംസാരിക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യമാണോ അമ്മേ? ഇവരുടെ മകൻ നമ്മളോട് പറഞ്ഞിട്ട് പോയത് അമ്മയും കേട്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇവരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. ഈ സമയത്താണ് സുധാകരൻ മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മാഷ് വന്നിട്ട്, ഇതാരാ ഇത്, എന്താ വേണം എന്ന് ചോദിച്ചു. നിങ്ങളാണോ? ഇവരെന്താ അകത്തേക്ക് വിളിക്കാത്ത കമലെ? അത് പിന്നെ അവരിപ്പോ എത്തിയുള്ള മാഷെ എന്ന് പറഞ്ഞു. എന്നാ വരൂ, അകത്തേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞു മാഷ് അകത്തേക്ക് ക്ഷണിക്കാണ്. വരൂ, വരണം. അകത്തേക്ക് ക്ഷണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്താണ് നമ്മുടെ വേദയുടെ ബാഗ് ആ ഹോളിൽ തന്നെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു മാറ്റും അവിടെ കിടപ്പുണ്ട്. മോളെ, ഇത് നിന്റെ ബാഗല്ലേ മോളെ എന്ന് ചോദിച്ചു. അപ്പൊ വേദ ഒന്ന് നോക്കിയിട്ട് ഒന്ന് പതറിയിട്ടോ. അപ്പോ ഈ വീട്ടില് നിന്റെ സ്ഥാനം ഇവിടെയാണ് അല്ലേ വേദ എന്ന് ചോദിച്ചു. അപ്പൊ വേദ ഒന്നും മിണ്ടിയില്ല. മിണ്ടാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇനി അടിപൊളി വിശേഷങ്ങളാണ് കേട്ടോ വരാതിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.